ശിവരാത്രി ആയിട്ട് നമ്മള് രാവിലെ നേരത്തെ ക്ഷേത്രത്തിലെല്ലാം പോയി വന്നു. അപ്പൊ ഇതെല്ലാവരും പോയിട്ടുണ്ടാവും അല്ലേ ക്ഷേത്രത്തിലൊക്കെ. അപ്പൊ അന്നേരം ഉടുത്ത സാരിയാണ് ട്ടോ അത്. പിന്നെ അതിന് ശേഷം നമ്മള് വന്നിട്ട് വേറൊരു സാരി ഉടുത്തിട്ട് നമ്മള് വേറൊരു ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട് ട്ടോ. അപ്പൊ ശിവരാത്രി ആയിട്ട് പല ക്ഷേത്രത്തിലും പല പരിപാടികളും താലപ്പൊലിയും എല്ലാം ഉണ്ടാവുമല്ലോ. അപ്പൊ അവിടെ പോയപ്പോ ഉള്ളൊരു ശിങ്കാരിമേള അവിടുത്തെ താലപ്പൊലീന്റെ കൂട്ടത്തില് പിന്നിലുണ്ടായിരുന്നു ട്ടോ. ഈ ആഘോഷവരവില്. അപ്പൊ അങ്ങനെയുള്ള പരിപാടികളെല്ലാം ഇതെല്ലാം. അപ്പൊ അവിടുന്ന് എടുത്തൊരു വീഡിയോ ആണ് ട്ടോ ഇതെല്ലാം. അപ്പൊ നമ്മളിതൊക്കെ കണ്ട് പിന്നെ അവിടെ ഉച്ചക്ക് നല്ല ഭക്ഷണം ഉണ്ടായിരുന്നു ട്ടോ. അപ്പൊ ശിവരാത്രി അധികം പേരും ശിവരാത്രി എടുത്തങ്ങളായിരിക്കും. അവര് കഴിച്ചിട്ടില്ല. അല്ലാത്തവരെല്ലാം അവിടുന്ന് ഭക്ഷണമെല്ലാം കഴിച്ചിട്ടാണ് ട്ടോ വന്നത്. അതിനുശേഷം നമ്മളിതാ വീട്ടിലേക്ക് വന്നു. പിന്നെ വീണ്ടും നമ്മള് വേറൊരു ഡ്രസ്സ് ഇട്ടിട്ട് പുതിയാപ്പ ക്ഷേത്രത്തിലേക്ക് വന്നതാണ്. അവിടെ ശിവനും ഉണ്ട് ട്ടോ. അപ്പൊ അവിടുത്തെ ഒരു വരവാണ് ട്ടത്. അപ്പൊ അതാ ആ വരവ് അത് എല്ലാം കണ്ടു വന്നതിന് ശേഷം നമ്മള് ഇവിടെ കുട്ടികളെ ഡാൻസ് കാണാൻ വേണ്ടിയിട്ട് നമ്മള് പുതിയാപ്പ ക്ഷേത്രത്തിൽ തന്നെ രാത്രിത്തെ പരിപാടി ഉണ്ടല്ലോ അത് കാണാൻ വേണ്ടി പോയിട്ടോ. അപ്പൊ എന്റെ കൂടെ ഞാൻ മാത്രല്ല ട്ടോ. എല്ലാരും ഉണ്ട്. അവര് പിന്നെ വീഡിയോയില് കാണിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ എല്ലാരും കൂടെ അങ്ങോട്ട് പോയിട്ട് എന്താ കുട്ടികളുടെ ഡാൻസും പരിപാടിയെല്ലാം ഉണ്ടത്. ചെറിയ കുട്ടികളാണ് ട്ടോ. ചെറിയ കുട്ടികൾ മുതല് വലിയവര് വരെ ഉണ്ടായിട്ടുണ്ട്. പുറത്തുനിന്നും എല്ലാം ആൾക്കാർ വന്നിട്ട് ഡാൻസ് ചെയ്തിട്ടുണ്ട് ട്ടോ. അപ്പൊ എല്ലാവരും നല്ല രസമുണ്ടായിട്ടുണ്ട്. നമുക്ക് കണ്ടിരിക്കാൻ പറ്റിയ ഡാൻസ് നൃത്തങ്ങളെല്ലാം ഉണ്ടായത്. അപ്പൊ ദാ നമ്മുടെ വാവ എന്താ മോന്റെ മോളാണ് ട്ടോ. പിന്നെ ദാ മോന് ഹിമിൽ അറിയില്ലേ? നമ്മള് വീഡിയോയിലെല്ലാം കാണിക്കാറുണ്ട്. അപ്പൊ രണ്ടാളും ഭയങ്കര ഫ്രണ്ട്സുകളാണ് ട്ടോ. രണ്ടാളും നല്ല കളികളാണ്. അവിടെ സ്റ്റേജില് ഡാൻസ് ചെയ്യണ്ടേ ഇവിടെ ഇവരെ നാട്യങ്ങളാണ് ട്ടോ ഇതൊക്കെ. മോള് അത് നോക്കി ചെയ്യാണ് പലതും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മളിതാ വേറൊരു അത് ക്ഷേത്രമല്ല, ബാവന്റെ അനിയന്റെ മോളെ പരിപാടി ഉണ്ടായിട്ടുണ്ട് ട്ടോ. അപ്പൊ അവിടെ വിളിച്ചിട്ടുണ്ട് നാത്തൂന്. ഇപ്പൊ മോളെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞപ്പോ നമ്മളിതാ വേറൊരു ഡ്രസ്സ് ഇട്ടിട്ട് നമ്മള് അവിടെയും പോയി. ഇന്നലെ കുറേ ഡ്രസ്സ് ഇട്ടിട്ട് നമ്മളിങ്ങനെ മാറ്റി മാറ്റി വീട്ടിലുണ്ടായിട്ടില്ല. ഫുള്ള് പോക്കന്നെ ഉണ്ടായത്. അപ്പൊ മോളാണിത് നടുക്കുള്ള ആള്. നല്ലോണം കളിക്കും ട്ടോ. കുട്ടീന്ന് പറഞ്ഞാല് ഭയങ്കര ഒരു കഴിവനാണ് ഈ മോൾക്ക്. ഇത് നേരിച്ചാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. സ്വന്തമായിട്ട് കൊറിയോഗ്രാഫി എല്ലാം ചെയ്യുന്ന പറഞ്ഞാല് അത്ഭുതമാണ്. ഇതാ എന്റെ മോന്റെ വാവന്റെ കൂടെ രണ്ടാളും കൂടെ ഉമ്മ വെച്ചെല്ലാം കളിക്കണ്ട. അപ്പൊ ഇതെന്ന് വെച്ചാല് വാവന്റെ ഈ മോളെ പേര് എയ്ത്ര എന്നാണ് ട്ടോ. അനിയന്റെ മോളെ പേര്. അപ്പൊ ദാ ഇവിടെ എസ്.ടിയില് കടുങ്ങോഞ്ചിറ ക്ഷേത്രത്തിൽ ഗണപതി ക്ഷേത്രത്തില് വെച്ചിട്ട് മോളെ നല്ലൊരു ഡാൻസ് ഉണ്ടായിട്ടോ. നമുക്ക് പറയാൻ പറ്റില്ല, വാക്കുകൾ ഉണ്ടാവില്ല എന്നറിയില്ലേ. അത്രയും നല്ലോണം കളിക്കൂട്ടോ. നമ്മള് പറയില്ലേ സ്വന്തമായിട്ട് കിട്ടുന്ന ഒരു കലാവാസനയാണെന്ന്. എനിക്ക് അങ്ങനെയാട്ടോ മോള് കളിക്കുമ്പോ തോന്നാറ്. അങ്ങനെ കുട്ടി ചെറുതിലേ പറയുമ്പോ ഇത് ഡാൻസ് എല്ലാം പഠിക്കാൻ ഇപ്പൊ ഈ അടുത്താണ് പോയത്. പിന്നെ മോളെ വല്യച്ഛന്റെ കുട്ടികളെല്ലാം പിന്നെ അത്യാവശ്യം സ്റ്റെപ്പെല്ലാം കാണിച്ചു കൊടുക്കും. അപ്പൊ അതെല്ലാം നോക്കിയിട്ടാണ് മോള് അത്യാവശ്യം വീണ്ടും ചെയ്തത്. അപ്പൊ ചെയ്യാൻ തുടങ്ങിയപ്പോ പിന്നെ ആള് സ്വന്തമായിട്ട് തന്നെ എല്ലാം ചെയ്യാൻ തുടങ്ങി. പിന്നെ ടീച്ചേഴ്സിന് പഠിപ്പിച്ച് ഇപ്പൊ 5-6 മാസമായില്ലേ പോകാൻ തുടങ്ങിയെന്ന് പറഞ്ഞില്ലേ. ആ ടീച്ചേഴ്സിന് വരെ സ്റ്റെപ്പ് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കലേ. ടീച്ചർമാർക്ക് വരെ അത്ഭുതമാണ് കുട്ടി എന്താണ് ചെയ്യണെന്നുള്ള. അങ്ങനെ നമ്മളിതാ എന്റെ കൂടെ നിന്നിട്ട് മോള് ഫോട്ടോ എല്ലാം എടുത്ത വീഡിയോ